Hi everyone, welcome back to my YouTube channel. My name is Serafina. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വാദിഷ്ഠാന ചക്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കാരണം ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാൻ ഒരു റീസൺ ഉണ്ട്. നോർമലി ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് അധികം ചെയ്യാറില്ല. ചക്രാസിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യാറില്ല. പക്ഷേ കഴിഞ്ഞ നമ്മുടെ 2-3 ആഴ്ചത്തെ ലൈവിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് 2024-ലും 2022-ലൊക്കെ ഒത്തിരി റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇന്ന പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന്. മാത്രമല്ല നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഒക്കെ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഡെയിലി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെ ഡെയിലി പോസിറ്റീവ് ഇമേജസും അഫർമേഷൻസും ഒക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ, അതായത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആവാം, ഫിനാൻഷ്യൽ ഇഷ്യൂ ആവാം, ഫാമിലിയിലെ പ്രോബ്ലംസ് ആവാം, നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ആവാം, അതുപോലെ ടെൻഷൻ, ആൻസൈറ്റി, ഉറക്കമില്ലായ്മ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു കറക്റ്റ് ഗൈഡൻസ് വേണോ എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ചെയ്യാൻ പാടില്ലാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മളൊരു ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു തരും. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്വാദിഷ്ഠാന ചക്രത്തെ പറ്റിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നവർ പറയുന്നതാണ്, റിലേഷൻഷിപ്പിൽ ഇത്രയും നാളും കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു, എൻ്റെ പാർട്ട്ണറിന് എന്നെ ഓക്കെ ആവുന്നില്ല, മടുത്തു, അതുപോലെ ഒരു സന്തോഷം കിട്ടുന്നില്ല, ഒരു ത്രില്ല് തോന്നുന്നില്ല, ത്രില്ലൊക്കെ പോയി എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു കാറ്റഗറി. പിന്നീട് പറയുന്നത് മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളോ പുരുഷന്മാരോ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഫാമിലി ലൈഫിലോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ഫാമിലിയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, പാർട്ട്ണറിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർ വേറൊരു സോൾമേറ്റിനെ കണ്ടുപിടിക്കുന്നു, വേറൊരു റിലേഷൻഷിപ്പിൽ പോകുന്നു. പക്ഷെ ആ പോകുന്ന റിലേഷൻഷിപ്പിലും അവർക്ക് ബ്രേക്കപ്പ് ഉണ്ടാവേണ്ടി വരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവർ, അതുപോലെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ, അതുപോലെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ടെൻഷൻ, ആൻസൈറ്റി, പഠിക്കാൻ പറ്റുന്നില്ല, എക്സാം ഫിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിനാൻസിനെ പറ്റിയിട്ടല്ല പറയുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ടോ അതിനെ മണി ബ്ലോക്ക് മാറുന്നതിനെ പറ്റിയിട്ടോ അല്ല പറയുന്നത്, മറിച്ച് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പീസ് ഓഫ് മൈൻഡ്, അതുപോലെ പലർക്കും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പം അതിനൊക്കെ എന്താണ് അതിൻ്റെ റീസൺ എന്ന് കണ്ടുപിടിക്കാതെ നമ്മൾ ഒരു ടെമ്പററി ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ആ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചക്ര അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്, സ്വാദിഷ്ഠാന ചക്രയെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിലേഷൻഷിപ്പിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബ്രേക്കപ്പ് ഉണ്ടാവുന്നു, അതുപോലെ എപ്പോഴും ചെന്നപ്പെടുന്നത് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിലാണ്. ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ പഠിക്കാൻ ഹോസ്റ്റലിലൊക്കെ പോകുന്നു, കേരളം വിട്ട് നഴ്സിംഗ് ഒക്കെ പഠിക്കാനും MBBS ഒക്കെ പഠിക്കാനും എന്ത് കോഴ്സ് പഠിക്കാനും പോകുമ്പോൾ ചെല്ലുന്ന ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര ടോക്സിക് ആണ്. അങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട്, നമ്മുടെ പ്രീമിയം മെമ്പേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥിരം കൺസൾട്ടേഷൻ എടുക്കുന്നവരിലുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാദിഷ്ഠാന ചക്രനെ പറ്റി പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഹ്യൂമൻ ബോഡിയിലെ ഒരു ഹ്യൂമൻ എനർജി സെന്റർ ആണ് സ്വാദിഷ്ഠാന ചക്ര എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നമ്മളെയും നമ്മുടെ ഒരു ഇന്നർ സെൽഫിനെയും തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തുന്ന ആ ഒരു എനർജി പില്ലറാണ് സ്വാദിഷ്ഠാന ചക്ര എന്ന് പറയുന്നത്. അതായത് മനുഷ്യരുടെ അടിവയറിന്റെ ഭാഗത്തായിട്ട് കിഡ്നീസിനടുത്ത് സിറ്റുവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബിലോ അവിടെ ഒരു അടിവയറിന്റെ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു എനർജി സോഴ്സ് ആണ് സ്വാദിഷ്ഠാന ചക്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചക്രയിന് എന്തെങ്കിലും തടസ്സങ്ങൾ, വീക്ക്നെസ്സസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് മെയിൻ ആയിട്ട് അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. ഇതിൽ നമ്മുടെ കർമ്മ എന്ന് പറയുന്നത് റിയൽ ആണ്, കർമ്മയുടെ റിസൾട്ടും കൂടിയാണ് ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ. അതിലേക്ക് നമുക്ക് പറഞ്ഞു വരാം. ബട്ട് എന്താണ് ഈ സംഭവം എന്ന് ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സോ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന ആ ഒരു അതിന്റെ ഒരു ഫങ്ഷനിങ് ഇച്ചിരി വീക്ക് ആകുമ്പോഴാണ് നമുക്കും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബ്രേക്കപ്പ്,
ഒക്കെ ഉണ്ടായി നമ്മൾ വല്ലാണ്ട് മെൻ്റലി ഫിസിക്കലി വീക്ക് ആവുന്നത്. മെൻ്റലി വീക്ക് ആകുമ്പം ഒരാളിൻ്റെ ക്രിയേറ്റിവിറ്റി കുറയുമ്പം ആ ആളിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കുറയും. സോ ദാറ്റ് മീൻസ് ഇത് രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ സന്തോഷവും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കണക്റ്റഡ് ആണ്. സോ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഒരു ചക്ര ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ, പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഹ്യൂമൻ എനർജി സെന്റേഴ്സിൽ രണ്ടാമത്തെ ചക്ര ആയിട്ടുള്ള ഈ ഒരു സ്വാദിഷ്ഠാന ചക്ര, ഇത് ഓറഞ്ച് കളറിൽ ഗ്ലോ ചെയ്യുന്ന ഒരു ചക്രയാണ്. അപ്പോൾ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു റൂട്ട് ചക്രയ്ക്ക് ഒരു ഇംബാലൻസ് വരുമ്പം, ഈ ചക്ര ഇംബാലൻസ്ഡ് ആകുമ്പോഴാണ് പലരുടെയും റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വരുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വഴക്കുകൾ, പ്രശ്നങ്ങൾ, ഒരാളിനെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം കേട്ടോ. അതായത് ഓവർ അറ്റാച്ച്മെന്റ് വരാം. അതായത് ഒരാളിൽ നിന്നും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങും. ഇപ്പം എൻ്റെ ലവർ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം, എന്നെ പാമ്പർ ചെയ്യണം, എനിക്ക് ഡെയിലി ആളിനോട് ഇന്ന കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതെല്ലാം സംഭവിക്കും. ഇതിങ്ങനെ നമ്മൾ ഗ്രാജുവലി ഒരു ടോക്സിക് റിലേഷനിലോട്ട് കടക്കാൻ തുടങ്ങും. ഇതെല്ലാം ഈ ഒരു റൂട്ട് ചക്ര ഇംബാലൻസ്ഡ് ആവുമ്പം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. അതെന്താന്ന് വെച്ചാൽ അത് കുണ്ടലിനി പവറിനെ പറ്റിയിട്ടാണ്. കുണ്ടലിനി പവർ എന്ന് പറയുമ്പോൾ ഒരുപാട് സൈക്കോളജിസ്റ്റസ്, തിയറിസ്റ്റസ് ഒക്കെ ഈ ഒരു പവറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും ഇതൊരു സെക്ഷൽ എനർജി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിന് സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് വരെ ഇതിന് ഒരു സെക്ഷൽ എനർജി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കുണ്ടലിനി പവർ എന്ന് ലൈഫിൽ വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരുണ്ടല്ലോ, എല്ലാ കാര്യത്തിനെയും ഒരു സമചിത്തതയോടെ സമീപിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു കുണ്ടലിനി പവർ ആണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു കുണ്ടലിനി പവർ നമുക്ക് ക്രിയേറ്റിവിറ്റി തരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ക്രിയേറ്റിവിറ്റിയെക്കാളും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ ആണ്. ഏതൊരു കാര്യം ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിലും വേണ്ട സ്റ്റെപ്സ് നമ്മൾ കറക്റ്റ് ടൈമിൽ എടുക്കുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. അതുപോലെ ആളിനോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന, പ്രൊഡക്റ്റീവ് ടൈം കണ്ടെത്തുന്നതും ഒക്കെ ക്രിയേറ്റിവിറ്റിയാണ്. പക്ഷെ അതിനൊരു ഇൻസ്പിറേഷൻ വേണം, ഒരു മോട്ടിവേഷൻ വേണം. നമ്മളൊരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ നമുക്കത് ആ ജോലി കിട്ടണമെങ്കിൽ അത്രത്തോളം നമുക്ക് ആഗ്രഹം, ഒരു മോട്ടിവേഷൻ, ഒരു ത്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവണം നമ്മളെ അതിലേക്ക് കൊണ്ടുവരാൻ. സോ ക്രിയേറ്റിവിറ്റിയെക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറയും. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മോട്ടിവേഷനും കുറഞ്ഞു വരും. സോ ഇത് തമ്മിലും ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുണ്ടലിനി അവേക്കനിങ്ങിനെ പറ്റി സംസാരിക്കാം. അതായത് പലർക്കും ഒരു ബോധോദയം ഉണ്ടാവുക എന്ന് പറയത്തില്ലേ, നിങ്ങളുടെ ലൈഫിന്റെ പേർപ്പസ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതായത് നിങ്ങളെ ഏറ്റവും ഹൈ പൊട്ടൻഷ്യലിൽ എത്തിക്കുന്ന ഒരു ലെവൽ, നിങ്ങളുടെ എല്ലാ കഴിവുകളും എബിലിറ്റീസും പുറത്തെടുത്ത് നിങ്ങൾ ആരാണ് എന്ന് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മൊമെന്റ് ആണ് ശരിക്കും കുണ്ടലിനി അവേക്കനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പല രീതിയിൽ പലർക്കും എക്സ്പീരിയൻസ് ആവും. ചില ആൾക്കാർക്ക് അവരുടെ ഒരു മെന്റർ അല്ലെങ്കിൽ അവരുടെ ഒരു സ്പിരിച്വൽ ഗൈഡ് അവരുടെ നെറ്റിയിൽ ടച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് ചിലപ്പോൾ അവർക്ക് ആ ഒരു മൊമെന്റിൽ ഫീൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നത് പോലെ, നമ്മുടെ മെന്റർഷിപ്പ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് ആ ഒരു ഫെദർ ടച്ച് ഒക്കെ നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ആ ഏഞ്ചൽസിന്റെ ഫെദർ പൊഴിഞ്ഞ് വീഴുന്നതൊക്കെ നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളതാണ്. സോ അതൊക്കെ കുണ്ടലിനി അവേക്കനിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ റീസൺ കണ്ടുപിടിക്കാം, റൂട്ട് കോസ് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തൊക്കെ വീണ്ടും ട്രൈ ചെയ്താലും നമ്മളിങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പ്, ടോക്സിക് പേഴ്സൺസിനൊക്കെ ഇങ്ങനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ സ്പോയിലാക്കി കളയും. ഓക്കെ, അപ്പൊ ഇതിന്റെ നമ്പർ 1 കോസ് അല്ലെങ്കിൽ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മഫലമാണ്. അപ്പൊ കർമ്മയിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടാനുള്ള മെത്തേഡ് നമ്മുടെ മെന്റർഷിപ്പിൽ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ കർമ്മ ക്ലെൻസിങ് ഒക്കെ ചെയ്യേണ്ടത്, അതുപോലെ നമ്മൾ സെൽഫ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ മെന്റർഷിപ്പിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ പിന്നെ ഒരു നെഗറ്റിവിറ്റി നിൽക്കില്ല. ഓരോ ദിവസവും നമുക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള മറ്റുള്ളവരോടോ നമ്മളോടൊക്കെ തന്നെ ചെയ്തിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, മിസ്റ്റേക്സ് ഒക്കെ നമ്മുടെ ഈ ഒരു ചക്ര വീക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ റീസൺ, മേജർ റീസൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ മറന്നു പോകുന്നു. സെൽഫ് കെയർ എന്ന് പറയുന്നത് പലരും അവോയ്ഡ് ചെയ്യുന്നു.
സെൽഫ് കെയർ ഇല്ലാതെ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഓവറായിട്ട് മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. സോ സ്വന്തം കാര്യം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, പലരും റിലേഷൻഷിപ്പിലാകുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അവർക്ക് പിന്നീട് അവരെ കെയർ ചെയ്യത്തില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഞാൻ എങ്ങനെയാണെങ്കിലും എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ എന്നെ സ്നേഹിക്കും. പക്ഷെ ആ ആളിന് ഇയാളോടുള്ള താല്പര്യം ആക്ച്വലി കുറയാണ്. കാരണം അവർ കണ്ട സമയത്ത്, ഇഷ്ടപ്പെട്ട സമയത്തുള്ള ഫിസിക്കൽ അപ്പിയറൻസോ മെൻ്റൽ സ്റ്റെബിലിറ്റിയോ ഇപ്പം ഇയാളിനില്ല. സോ മറ്റേ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് കെയർ ഇല്ലാതെ നമ്മൾ ഒരിടത്ത് സ്റ്റിക്ക് ആവുമ്പോഴാണ് മെയിനായിട്ട് നമ്മളുടെ ഈ ഒരു സ്വാദിഷ്ഠാന ചക്ര വീക്ക് ആവുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ ഒരു പ്രോബ്ലം, അതിൻ്റെ കോസസ്, അതിൻ്റെ സിംറ്റംസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇനി അതിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ, ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ധ്യാനമാണ്. എന്ത് ധ്യാനം? അതായത് ഞാൻ പറഞ്ഞു, ഈ ഒരു ചക്ര എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറിൽ ഗ്ലോ ചെയ്യുന്ന ഒരു ചക്രമാണ്. സോ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. മാക്സിമം ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഇരുന്നിട്ട് കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓറഞ്ച് കളർ വിഷ്വലൈസ് ചെയ്യുക. ഓറഞ്ച് കളർ ഗ്ലോ ചെയ്യുന്ന, വേണമെങ്കിൽ നിങ്ങൾക്ക് സൂര്യനെ മോർണിംഗ് ടൈമിൽ, ഈവനിങ് ടൈമിലൊക്കെ നിങ്ങൾക്ക് സൂര്യനെ നോക്കിക്കൊണ്ട് ഇത് വിഷ്വലൈസ് ചെയ്യാം. ഇനി കണ്ണടച്ച് ഇമാജിൻ ചെയ്യാം, ഓറഞ്ച് കളർ ഗ്ലോ ചെയ്യുന്നത് ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. മനസ്സിലായില്ലേ? സോ ആ ഓറഞ്ച് കളർ മെഡിറ്റേഷൻ ആണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് നമ്മളായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓറഞ്ച് കളറിലുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. പപ്പായ, മാംഗോ, പിന്നെ ഓറഞ്ച്, മൊസംബി, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ നട്ട്സിൽ വാൾനട്ട്, ബദാം, ആൽമണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ക്യാരറ്റ് പോലുള്ള വെജിറ്റബിൾസ്, ഓറഞ്ച് കളറിൽ നിങ്ങൾക്ക് പംകിൻസ് ഒക്കെ കിട്ടുമല്ലോ. അങ്ങനെ ആ കളറിലുള്ള ഫുഡ് കൂടുതൽ കഴിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക. പിന്നെ വെള്ളവുമായിട്ട്, വാട്ടറായിട്ട് കണക്റ്റ് ആയിരിക്കുക. ഇതെങ്ങനെ പോസിബിൾ ആവും? അതായത് ഇതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ വീടിനടുത്തൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർ ബോഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ, കുളം, പുഴ, അതുപോലെ ബീച്ചൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയെന്ന് ജസ്റ്റ് അതിൻ്റെ സൗണ്ട് കേൾക്കുക. ആ സൗണ്ടുമായിട്ട് കണക്റ്റ് ആയിരിക്കുക. വാട്ടർ സൗണ്ട്സ്, റെയിൻ ഡ്രോപ്സിൻ്റെ സൗണ്ട്, റിവറിൻ്റെ സൗണ്ട്, പോണ്ടിൻ്റെ സൗണ്ട്, അതുപോലെ എന്താ പറയുന്നത്, വാട്ടർ ബോഡീസ്, വാട്ടർഫാളിൻ്റെ സൗണ്ട്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്പോട്ടിഫൈയിലോ യൂട്യൂബിലൊക്കെ തന്നെ ഇതിൻ്റെ സൗണ്ട്സ് അവൈലബിൾ ആണ്. അത് കേട്ട് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക. അങ്ങനെ നമുക്ക് ഈ ഓറ ക്ലൻസിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഒരു സ്വാദിഷ്ഠാന ചക്രേനെ നമ്മൾ ഒന്ന് മേക്കപ്പ് ചെയ്തെടുത്ത് പഴയ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റേജിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് വഴി. അടുത്തത് കണ്ടിന്യൂസ് ആയിട്ട് അഫർമേഷൻസ് പറയുക. I am creative. I feel everything going good. I can do anything. I can make good relationships. I am attracting productive relationships to my life. എന്നൊക്കെയുള്ള അഫർമേഷൻസ് പറയുക. അതുപോലെ തന്നെ നമ്മുടെ സ്വാദിഷ്ഠാന ചക്രനെ ഗ്രോ ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഹെൽത്തി ആക്കുന്ന അഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗയിൽ അങ്ങനെ പല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക. നന്നായിട്ട് ഉറങ്ങുക. നിങ്ങൾക്ക് രാവിലെ നേരത്തെ എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ. അതുപോലെ രാത്രിയിൽ നേരത്തെ കിടക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് സൺറൈസ് കാണുക, ഈവനിങ് സൺസെറ്റ് കാണുക, അതൊക്കെ ഓറഞ്ച് കളറാണ്, മറക്കരുത്. അപ്പോൾ കറക്റ്റായിട്ട് ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ സ്വാദിഷ്ഠാന ചക്രനെ സ്ട്രോങ് ആക്കി മാറ്റും. ഇനി അടുത്തത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ വല്ലാണ്ട് വീക്കാണ്, നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിലും ഭയങ്കരമായിട്ട് ഫെയിലർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓറഞ്ച് കളറിലുള്ള ഡ്രസ്സ് കൂടുതലിടാം, ഓറഞ്ച് കളർ ആക്സസറീസ് ഇടാം. അതുപോലെ ഓറഞ്ച് കളറിലെ പിക്ചേഴ്സ് ഒക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് ബുക്കിൻ്റെ ഇടയിലും അതുപോലെ നമ്മുടെ അലമാര, വാലറ്റ്, പേഴ്സ്, ബാഗിലൊക്കെ സൂക്ഷിച്ചു വെക്കാം. ഇനി ഓറഞ്ച് കളറിൽ എന്തിൻ്റെ എടുക്കുമെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൻ്റെ പിക്ചർ എടുക്കാം, അല്ലെങ്കിൽ സണ്ണിൻ്റെ, അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഓറഞ്ച് കളർ. ഇനി ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഓറഞ്ച് കളറിലെ പേപ്പർ നിങ്ങൾക്ക് എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഇനി ഒരു കാര്യം ഞാൻ അഡീഷണൽ ടിപ്പായിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് സ്റ്റെപ്സ് നമ്മുടെ പേഴ്സണൽ കോച്ചിങ്ങിൽ നമ്മൾ പറയുന്നതാണ്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴാണോ നിങ്ങളുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ്സസിനെ പറ്റി നിങ്ങൾ അവെയർ ആവുന്നത്, അപ്പം മുതൽ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുകയാണ്, ഇപ്പം ഞാൻ ഒരുപാട് നേരം ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതിൻ്റെ വീക്ക്നെസ് ആണ് എന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ അറിഞ്ഞു തുടങ്ങുന്ന മൊമെന്റിൽ ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള വിൽ പവർ
കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാൻ വന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി കഴിഞ്ഞ ഒരു വർഷമായിട്ട് 10,000-കണക്കിന് ആളുകളെയാണ് നമ്മൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഡെയിലി മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പേഴ്സണൽ മെന്റർഷിപ്പ് എടുക്കുന്നവർക്ക് ലൈഫിൽ ഒരുപാട് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാർ എടുക്കുന്നവരുണ്ട്, അതുപോലെ ലക്ഷറി ലൈഫിൽ ജീവിതം മാറ്റിയവരുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഒക്കെ നിന്ന സ്റ്റേജിലുള്ളവരൊക്കെ ഇപ്പോൾ വീണ്ടും റിയൂണിയനിലേക്ക് വന്നിട്ടുണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പിലായവർ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പം അത്രേ ഉള്ളൂ. ബൈ, ഹാവ് എ നൈസ് ഡേ.